യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. സൗഖ്യം എവിടെ നിന്നേ കിട്ടത്തുള്ളൂ? പറ ദൈവമക്കളെ. സ്വർഗ്ഗത്ത് ഉയരത്തിൽ നിന്നാ, കർത്താവിൽ നിന്നാ. വിടുതൽ, സമാധാനവും സന്തോഷം എവിടെ നിന്നേ കിട്ടത്തുള്ളൂ? എല്ലാ വിഷയം ഞാൻ ഇനി ഓരോന്ന് ലിസ്റ്റ് ഇട്ട് പറഞ്ഞാൽ അപ്പം നമ്മുടെ ബന്ധം മുഴുവനും ലോകവുമായിട്ടല്ല, ലോകത്തിൻ്റെ ഒരു കേന്ദ്രവുമായിട്ടല്ല, നമ്മുടെ ബന്ധം മുഴുവനും സ്വർഗവുമായിട്ടാണ്. അത് ഓർപ്പിച്ചാണ് അപ്പോസ്തലൻ ഈ അടുത്ത ഹല്ലേലൂയ വാക്യത്തിലേക്ക്. കാരണം ഇവിടെ ഒന്ന് ആത്മീയമായിട്ട് വളർന്നപ്പോൾ 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നായ്ക്കളെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാർ. ആൾക്കാർ കൂടുമ്പോൾ ഉടനെ മൂട്ട പെരുകുന്ന പോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉടനെ വരുമല്ലോ. അത് കൃഷിക്കിടയ്ക്ക് കൊണ്ട് അതുപോലത്തെ ഇത്തിളുകൾ പോലത്തെ സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഒന്ന് നന്നായിട്ടൊരു പ്രോജക്റ്റ് പോകുമെന്ന് കാണുമ്പോൾ ഉടനെ പിശാചിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ സൈസ് സാധനങ്ങളെ വിട്ട്. അപ്പം സ്തോത്രം, അതിൻ്റെ അകത്ത് വേലക്കാരും ഉണ്ടെന്നാ. സഭയിൽ വരുന്ന ദൈവദാസന്മാർ അല്ലെങ്കിൽ അയച്ചു വരുന്ന പൊതു ശുശ്രൂഷകരായിരിക്കും അവർ വരുന്ന. അവരെ പോലും എന്ത് ചെയ്യണം? ദൈവദാസന്മാരെയാണ് ഇവിടെ എഴുതിയത്. അപ്പോസ്തലൻ ഈവിൾ വർക്കേഴ്സ്, ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, കർണരസമാരമായ അതും ഇതുമൊക്കെ പറഞ്ഞ് കഥകൾ പറഞ്ഞ് നിങ്ങളെ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുന്നവരെ സൂക്ഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാ അവരെ വിളിച്ച നായ്ക്കളാണ്. അപ്പം അവിടെ ഫിലിപ്പി സഭ, ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു സഭയിൽ സാധാരണ പിശാച് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു അവരുടെ കൃപകളും വരങ്ങളും അവരുടെ സന്തോഷവും അവരുടെ ആഗ്രഹവും അവരുടെ തീരുമാനത്തെ ഒക്കെ പുകഴ്ത്തിയിട്ട് 2-ാമത്തെ അധ്യായം തൊട്ട് ഇതുപോലെ വന്ന് കയറിപ്പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ക്ഷീണിപ്പിക്കുവാൻ, നിങ്ങളെ ഇനി തന്നെ ആയിരിക്കും പരിചയപ്പെടുന്ന, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളായിരിക്കും അതിൽ കൂടെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന. അത് പരിശുദ്ധാത്മാവിലാണോ അല്ലയോ? നിങ്ങളെ ലോകത്തിൽ വലിയവരാക്കി തീർക്കുന്നതാണോ? നിങ്ങളെ ശുദ്ധീകരണത്തോടു കൂടി നടത്തുന്നതാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? അതിനെ ശോധന ചെയ്ത് വേണം മുൻപോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇടർച്ചക്കാരോ സഭയിലുണ്ട്. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. ഞാൻ ഒത്തിരി കാണുവാൻ ആഗ്രഹിക്കുകയും കൂട്ടായ്മ കൂടുവാൻ വാഞ്ചിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, താനിപ്പോൾ എവിടെ കിടക്കുന്നത്? ജയിലിലാണ്. ഈ അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിനകത്ത് സന്തോഷിപ്പീൻ, പിന്നെയും ഞാൻ പറയുന്നു. അപ്പം സന്തോഷിക്കുവാൻ എന്ന് പറയുന്ന ഒരു ലേഖനമാണ്, പ്രത്യേകിച്ച് ഈ അവസാനത്തെ അധ്യായം അതാണ്. ഇവിടും ആ സന്തോഷത്തെപ്പറ്റി 1-ാമത്തെ വാക്യത്തിൽ പറയാൻ. പക്ഷെ താൻ ആരെങ്കിലും തന്നെ എൻകറേജ് ചെയ്യാനുണ്ടോ? നമ്മൾ നിരാശയിൽ കൂടെ പോകുമ്പോൾ, പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ട്, നിന്ദിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ ആരെങ്കിലും ശരിക്കും പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? സ്തോത്രം. തന്നെ എൻകറേജ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? തൻ്റെ കൂട് ചുറ്റിനും ഉള്ളവർ ശരിക്കും ക്രിമിനൽസാണ്. ജയിലിലുള്ളവർ ആരൊക്കെയാണ്? നല്ല ആൾക്കാരെ കൊണ്ടാരും ജയിലിടത്തില്ലല്ലോ. അപ്പോൾ ജയിലിലുള്ളവർ കൊടും കുറ്റവാളികളും അതുപോലെ ക്രുബുദ്ധിയുള്ളവരും ഒരു മനുഷ്യത്വം ഇല്ലാത്ത സ്വഭാവമുള്ളവരും ഈ ജന്തുക്കളുടെ കൂടാണ് ആര് കിടക്കുന്നത്? താൻ സുവിശേഷം പ്രസംഗിച്ചു, ചക്രവർത്തിയുടെ നിയമം അത് നിമിത്തം തെറ്റിച്ചു എന്നുള്ള ഒരൊറ്റ തെറ്റേ ഉള്ളൂ. അപ്പം ഈ സുവിശേഷം പ്രസംഗിച്ച നിമിത്തം ജയിലിൽ കിടക്കുന്ന തന്നെ എൻകറേജ് ചെയ്യുക. തൻ്റെ കയ്യിലും കർത്താവ് ഈ ചങ്ങലെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് ഊരിയായിരുന്നു, എനിക്ക് ഈ ലേഖനം ഒന്ന് വൃത്തിയായിട്ടൊന്ന് എന്ന് താൻ എത്ര വട്ടം വിചാരിച്ചു കാണും. തനിക്ക് ടോയ്ലറ്റിൽ പോകണ്ടേ? തനിക്ക് കുളിക്കണ്ടേ? തനിക്ക് തൻ്റെ ജയിലിലാണെങ്കിലും തൻ്റെ കാര്യങ്ങൾ ചെയ്യണ്ടേ? എത്ര വർഷം എന്ന് വെച്ചിട്ടാണ് ചങ്ങല കയ്യിലും കാലും ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പോലെ ഈ ഹാൻഡ് കപ്സ് കീട്ട് തുറക്കുകയോ അടയ്ക്കുകയൊന്നും അല്ല. ചൂടുള്ള റിവറ്റ് പോലത്തെ സാധനം വെച്ചിട്ട് പഴുപ്പിച്ച് അങ്ങോട്ട് വെച്ച് അടിച്ച് ചേർക്കുക. പിന്നെ മരണം വരെയാണല്ലോ ചക്രവർത്തിയുടെ ജയിലിൽ കയറിയാലോ ഒരാളിരുന്ന്. അപ്പോൾ അതിൻ്റെ വെയിറ്റും അതിൻ്റെ അകത്ത് കിടന്ന് തൊലി അളിയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സ്റ്റെയിൻലെസ് സ്റ്റീലും സർജറിക്കൽ സ്റ്റീലൊന്നും അല്ലല്ലോ ഇടുന്നത്. തുരുമ്പൊടിക്കുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ ഉള്ള മെറ്റൽസ് അല്ലേ, അത് വെറും വില കുറഞ്ഞ അയണോർ അല്ലെങ്കിൽ വെറും അയണല്ലേ. അപ്പം അതിനുള്ള റിയാക്ഷൻസ് ഉണ്ട്. ഈ റിയാക്ഷൻ മുഴുവൻ വേദനയും ഇവിടെ പഴുക്കുന്നു, അളിയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ലേഖനം എഴുതിക്കണോ? അല്ലെങ്കിൽ ചില സമയത്ത് പിന്നീട് ഒത്തിരി പരിചയമൊക്കെ ആയപ്പോൾ ചില സഹോദരന്മാർ ലേഖനം എഴുതുവാൻ തന്നെ സഹായിച്ചു. തന്നെ എൻകറേജ് ചെയ്യാൻ ആരുമില്ല, പക്ഷെ ആത്മാവിൽ നിറഞ്ഞാൽ താൻ നിൽക്കണം.
പവർ പാക്ഡ് ആയിട്ടാണ് താൻ നിൽക്കുന്നത്. ഈ പുറത്തുള്ള കാര്യം, പത്മോസിൽ യോഹന്നാൻ പുറത്തുള്ള കാര്യം കാണാതിരുന്നത് കൊണ്ടാണ്, തൻ്റെ ഏകാഗ്രത മുഴുവനും സ്വർഗീയ സാന്നിധ്യവും സ്വർഗീയ തേജസ്സും ആയതുകൊണ്ടാണ് താൻ സ്വർഗത്തിലെ സന്തോഷം വാക്കുകൾക്ക് പറ്റാഞ്ഞിട്ടും താനത് എഴുതി നമ്മളെ വിവരിച്ച്, ഇന്നും നമ്മൾ സ്വർഗത്തിലെ ഒരു അനുഭവം അറിയണമെങ്കിൽ പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം എടുക്കണം, ഇല്ലേ? അത്രത്തോളം തനിക്ക് ഈ പുറമേ ഉള്ള നമ്മുടെ എക്സ്ക്യൂസസ് ഉണ്ടല്ലോ, കർത്താവെ ഇതുകൊണ്ടാണ് എനിക്കൊന്നും ആത്മീയമായിട്ട്, ഇതൊന്നും കർത്താവിന് കേൾക്കണ്ട. സ്തോത്രം. ഈ പുറമേ ഉള്ള എക്സ്ക്യൂസസ് ഒന്നുമില്ലാതെ നമുക്കൊന്ന് കർത്താവിൽ വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഇവിടെ എഴുതിയിരിക്കുക, യെസ്, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിൽപ്പീൻ. ഒരു വ്യക്തി സന്തോഷമായി നിൽക്കുന്നത് വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടി സത്യവചനത്തിന് വേണ്ടി ഒരു വ്യക്തി നിൽക്കുമ്പോഴാണ് ആർക്ക് സന്തോഷം? കർത്താവിന് സന്തോഷം. നിങ്ങൾ ഓർത്തോണം, കർത്താവിന് മാത്രമല്ല സന്തോഷം, ദൈവദാസനും. അവിടെ ദൈവദാസൻ പറയുക, ഞാൻ ഈ ബുദ്ധിമുട്ടിൻ്റെ ദുഃഖത്തിൻ്റെ അകത്ത് എനിക്കിവിടെ നിരാശ വരാൻ ഉള്ള കാര്യങ്ങളാണ് ചുറ്റിനും, പക്ഷേ നിങ്ങളോട് കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ അതാണ് എനിക്ക് ശരിക്കും ദുഃഖം. എൻ്റെ ഈ ചങ്ങല വിഷയമല്ല, ആഹാരം ജീവിക്കാൻ വേണ്ടി മാത്രം നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയത്തില്ല. അന്നത്തെ കാലം അന്ന് ജനമൈത്രിയും ഒന്നുമില്ല, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു റൈറ്റ്സ് ഒന്നുമില്ല, വ്യക്തിപരമായിട്ടുള്ള റൈറ്റ്സും ഒന്നുമില്ല, അങ്ങനത്തെ അധികാരങ്ങളൊന്നുമില്ല. ജയിലിൽ കിടക്കുന്നവനെ അവൻ മരിച്ചാൽ പിന്നെ അവനെടുത്ത് കളയും, അത്രയേ ഉള്ളൂ. കൊണ്ട് കടലിൻ്റെ അടുത്താ ജയിലെങ്കിൽ ഡങ്കൻ എന്നൊക്കെ പറയും, മോണ്ടി ക്രിസ്റ്റോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആ പുസ്തകമൊക്കെ വായിച്ചാൽ നിങ്ങൾക്കറിയാം. എടുത്ത് പിടിച്ച് കടലിലെടുത്ത് കളയത്തെയാണ്. അങ്ങനെയുള്ള ആ ഡങ്കൻ പോലുള്ള ജയിലുകൾ, ആ ജയിലിൽ തനിക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷേ എൻ്റെ സന്തോഷം നിങ്ങളൊന്ന് ശരിക്കും നിൽക്കൊണ്ടുകൂടെ എഴുതിയിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് എൻ്റെ സന്തോഷം, നിങ്ങളാണ് എൻ്റെ കിരീടം. പ്രിയരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിൽപ്പീൻ. സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കുറച്ച് നാൾ ബലത്തോടു കൂടി നിന്നിട്ട് പലപ്പോഴും കൂട്ടായ്മയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അത് ഇവിടെ ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന സഭകളിലൊക്കെ പലരും പല കാരണങ്ങളാൽ ജോലി നിമിത്തവും സ്ഥലത്തോട്ട് ഹോം ടൗണിലേക്ക് പോകുന്നതും ഒക്കെ ആയിട്ട് പലരും പോകും. ദൈവദാസ് എന്നുള്ള രീതിയിൽ ഞാനും ദൈവദാസന്മാരൊക്കെ ഓർപ്പിക്കുന്നെന്തോ, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തും എന്ത് ചെയ്യണം? ജസ്മാമ എന്ത് ചെയ്യണം? ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾ ഇതേ കൃപയോടുകൂടി ഇതേ തീരുമാനത്തോടുകൂടി ക്രൂശിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യണം? ആ വിളി അനുസരിച്ച് നിലനിൽപ്പീൻ. സ്റ്റാൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ ഹല്ലേലൂയ പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയൊരു കുടുംബത്തെ കാണുമ്പോൾ ഇവിടുന്ന് ഉള്ളതിനേക്കാൾ ആത്മശക്തിയോടുകൂടിയും കൃപയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടിയും തീരുമാനങ്ങളോടും നിൽക്കുന്നതായിട്ട് കാണുവാനിടയായി തീരണം. അപ്പം അതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുക, ഫിലിപ്പി സഭയെ നിങ്ങളെ എൻകറേജ് ചെയ്തിട്ട് അവിടെ എങ്ങനെ സഭ ഉണ്ടായതൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ആ ദൈവമക്കളോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിൽപ്പീൻ. നമുക്കൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 19-20. ഫസ്റ്റ് തെസ്സലോനിയൻസ് 2 verse 19 and 20. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു? നിങ്ങളല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും പ്രശംസ കിരീടവും എല്ലാം എന്തുവാണ്? സത്യമല്ലേ? ഒരു ഇടയന്മാരാണല്ലോ കൂടുതൽ. മറ്റുള്ളവരൊക്കെ പലപ്പോഴും ജോലിയോടുകൂടി പല ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്, സുവിശേഷകരുണ്ട്. ഒരിടയന് വേറെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് എന്തുവാ ചെയ്യുന്നത്? ഓരോ കുടുംബം ബലപ്പെടണം. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് 10-15 വർഷം കഴിയുമ്പോൾ ഞാൻ ബിസിനസ്സിൽ വളർന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് ഇത്രയും എക്സ്പോഷർ, എനിക്ക് ഇത്രയും പ്രമോഷൻ, ഈ ഒരു ലെവലിലെത്താൻ പറ്റി. ഒരു ഇടയന് അവരുടെ പ്രശംസാ കിരീടം എന്തുവാ? കുറേ മുത്തുകളെ നല്ല കുറച്ച് ആത്മീയ സ്റ്റാൻഡേർഡ്സ് ഉള്ള, കാഹളമൂതിയാൽ എടുക്കപ്പെടുന്ന രീതിയിൽ കുറ്റമില്ലാത്തവരായി ജീവിക്കുവാൻ, ദൈവഭയത്തോടുകൂടി ജീവിക്കുവാൻ കുറച്ച് നല്ല, അതിൻ്റെ എണ്ണമൊക്കെ സ്വർഗ്ഗമാണ് തീരുമാനിക്കുന്നത്, കുറച്ച് നല്ല മുത്തുകളെ കർത്താവിൻ്റെ പ്രിയ മക്കളെ ട്രെയിൻ ചെയ്യുവാൻ കഴിഞ്ഞു. അവരെവിടെ ചെന്നാലും നിലനിൽക്കും എന്നുള്ള ഒരു പ്രാഗൽഭ്യം, അല്ലെങ്കിൽ ഒരു ഉറപ്പ് അവിടെ ഇവിടെ എഴുതിയിരിക്കുക. എൻ്റെ പ്രശംസാ കിരീടം, തെസ്സലോനിക്ക സഭയോട് പറയുക, എൻ്റെ പ്രശംസാ കിരീടം, എൻ്റെ സന്തോഷം എല്ലാം ആരാ? എല്ലാം നിങ്ങളല്ലയോ? ആ സന്തോഷം കെടുത്തുവാൻ, ചില ഐക്യത കെടുത്തുവാൻ ചില ദുഷ്ടശക്തികൾ പോരാടുന്നുണ്ട്. ആ ശക്തിയെപ്പറ്റി നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 4:2. കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. 2 സഹോദരിമാർ, ആ സഹോദരിമാർ ഈ പിന്നെ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു അനുഭവം. സഹോദരന്മാരാണല്ലോ ഇവിടെ 2 സഹോദരിമാരാണെന്നേ ഉള്ളൂ, പക്ഷെ ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന
ആദ്യം ദൈവസന്നിധിയിൽ ഒരാൾ വരുമ്പോൾ വളരെ താഴ്മയോടുകൂടിയും സന്തോഷത്തോടെ എന്ത് കർത്താവ് പറഞ്ഞാലും കർത്താവ് സംസാരിക്കുന്ന കർത്താവിൻ്റെ കൂടെ ദൈവദാസനിൽ കൂടെ കർത്താവ് സംസാരിച്ചാൽ അതുമൊക്കെ ഞാൻ അനുസരിച്ചോളാം. എന്ത് സഭയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാനുള്ളൊരു തീഷ്ണത, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാനുള്ളൊരു തീഷ്ണത, എന്തൊരു താഴ്മയും എന്തൊരു കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ഓരോരോ ലേഖനങ്ങൾ പഠിച്ചു, വെളിപ്പാട് പുസ്തകം പഠിച്ചു, പഴയ നിയമ പ്രവചന ഭാഗങ്ങൾ പഠിച്ചു, ഇനി എനിക്ക് തന്നെ ഒന്ന് വേണേൽ വചന പ്രബോധനങ്ങൾക്കുള്ള അവസരങ്ങളൊക്കെ സഭയിൽ കിട്ടി, ഇനി എനിക്ക് തന്നെ ഒന്ന് വചനമൊക്കെ ഒന്ന് സ്തോത്രം ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ പാസ്റ്ററിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ ചെല്ലും. കർത്താവിനെ വേണേലും അങ്ങോട്ട് കർത്താവ് പറഞ്ഞാലും പിന്നെ എനിക്കറിയാത്ത വചനമാണോ, ഞാൻ കേൾക്കാത്ത വചനമാണോ, പിന്നെ അങ്ങോട്ട് ഒരു നമ്മുടെ ഉള്ളിൽ സാത്താൻ കൊണ്ടിടുന്നതാണ്. ആ താഴ്മയെ അങ്ങോട്ട് മാറി പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നടത്തിപ്പിൽ ഒതുങ്ങിയിരിക്കുവാൻ കഴിയാതെ പിന്നെ ഒരാളങ്ങോട്ട് എഴുന്നേറ്റ് പറയുക കർത്താവ് എന്നോട് സംസാരിച്ചു, അടുത്ത ആളോട് അങ്ങോട്ട് എഴുന്നേറ്റ് പറയുക കർത്താവ് എന്നോട് സംസാരിച്ചു, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് രണ്ടുപേരോട് തമ്മിൽ ചേരാത്ത രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ ഒരാൾ വചനത്തിൽ കൂടെ അങ്ങോട്ടൊരു കുത്തിട്ട് കൊടുത്തു, വേറൊരാൾ അതിൻ്റെ പകരം ഇട്ടൊരു കുത്തു, അത് രണ്ടും വചനത്തിലെല്ലാത്തിനും ബാക്കിയുണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയാൽ അങ്ങനെ നടന്നു. അങ്ങനെ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? സഭയിൽ ഇടച്ച ഉണ്ടാക്കുന്ന അത് ഏത് രീതിയിൽ, അതാ സഭയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുക, തമ്മിൽ ഐക്യത കെടുത്തുക, അല്ലെങ്കിൽ ഒരു വചനത്തിൽ തെറ്റായ ഒരു കാര്യം എഴുന്നേറ്റ് പറഞ്ഞിട്ട് അത് വചനത്തിൽ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് തർക്കിക്കുക, അല്ലേ ഒരാൾക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ എന്തെങ്കിലും എഴുന്നേറ്റ് എന്ന് പറയുക, ഏത് രീതിയിൽ സഭയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യം പരിശുദ്ധാത്മാവ് വ്യക്തതയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? വ്യക്തമായിട്ടും ശക്തമായിട്ടും ആർക്കും മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വരെയും ചെറുപ്പക്കാർക്ക് വരെ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ അഹങ്കാരത്തിൻ്റെ ഒരു ലെവലിലേക്ക് വളർന്നാൽ പിന്നെ വലിയ പാടാണ്. പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഇത് പല കാരണങ്ങളാലാണ്. ആത്മാവ് പലവട്ടം ഇടപെട്ടിട്ടും അതിന് കീഴ്പ്പെടാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സാത്താൻ ഇങ്ങനെയുള്ളവരെ ഉപയോഗിക്കും. ഇപ്പോൾ രണ്ട് സഹോദരിമാരുടെ പേരൊന്ന് വായിച്ചേ. യുവോദിയയും സുന്ദുകയും രണ്ട് സഹോദരിമാർ വലിയ പ്രശ്നമാണ്. സൈക്കോളജിയും ഒരു സബ്ജക്റ്റ് ആണല്ലോ നമ്മുടെ. അപ്പം ഈ ആണുങ്ങൾ പലപ്പോഴും അല്ലെ അവർ ജോലി ചെയ്യുമ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് ഞാൻ ജോലി ചെയ്തതാ, ഞാൻ ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഹങ്കാര ലെവലിലേക്കൊക്കെ പോകുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ സഹോദരിമാർ എത്ര പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് പ്രാർത്ഥനയ്ക്കും കൗൺസിലിങ്ങിൽ വരുമ്പോൾ സഹോദരിമാർക്ക് ആണുങ്ങളെക്കാൾ അല്പം ശമ്പളം കൂടുതലുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് വെളിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ രജിസ്റ്റേർഡ് നഴ്സസും ഗവൺമെൻറ് നഴ്സസും ഒക്കെ ആയതെങ്കിൽ ആണുങ്ങളുടെ 2-3 ഇരട്ടി ശമ്പളം കാണും. വെളിയിലുള്ള വിദേശത്തുള്ള പാസ്റ്റർമാരോട് ചോദിച്ചാൽ മതി, കുടുംബത്തിലെ മുഴുവൻ പ്രശ്നം എവിടെ റെഫറി ആയിട്ട് ദേവദാസൻ ചെന്നാലും ഒരു രക്ഷയുമില്ല. കാര്യം വേറൊരു ലെവലിലാണ് പിന്നെ അവരുടെ സംസാരം. ആ വരുമാനം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഭർത്താവിനും കീഴ്പ്പെടുത്തില്ല, സഭയ്ക്കും കീഴ്പ്പെടുത്തില്ല, വചനവും കീഴ്പ്പെടുത്തില്ല. അതൊരു ബലഹീന പാത്രമാണെന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഒരു ഭാഗമാണ്. വചനം പറയുന്ന പോലെ അതൊരു സൃഷ്ടിയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആണുങ്ങൾ വെളിയിൽ പോയി ജോലി ചെയ്യണമെന്നും പെണ്ണുങ്ങൾ എന്തുവാ ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ ചിലവുകളൊക്കെ കൂടുതലാണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നു, അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷെങ്കിൽ സ്തോത്രം, ഞാൻ പറഞ്ഞത് ആ സൃഷ്ടിയിലുള്ള ഒരു കുഴപ്പമാണ്. അതിന് എന്തൊരു വിഷയം അല്പം കൂടുതലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒതുങ്ങത്തില്ല, കീഴ്പ്പെടത്തില്ല. പിന്നെ ആ ഡയലോഗ്സൊക്കെ പിന്നെ വേറൊരു ലെവലിലേക്കാണ്. അങ്ങനെ ഒരു വിഷയമാണ് ഇവിടെ സഭയിലുണ്ടായത്. അവസാനം ഇത് വീട്ടിലുണ്ടായെങ്കിൽ തിരുവചനത്തിൻ്റെ അതിൽ പറയത്തില്ലല്ലോ. വീട്ടിൽ ഭർത്താവിന് മാത്രമേ പ്രശ്നമുള്ളൂ, മക്കൾക്കേ പ്രശ്നമുള്ളെങ്കിൽ അത് അവിടെ വെച്ച് അവരങ്ങ് സോൾവ് ചെയ്യും, അല്ലെ അവർ കേട്ടോണ്ടിരിക്കും, അവരങ്ങ് സഹിക്കും. ഇത് സഭയിൽ പ്രശ്നമുണ്ടാകാൻ തുടങ്ങുന്നതുകൊണ്ടാണ് ഈ സഭയിലെ പ്രശ്നം പരിശുദ്ധാത്മാവ് ജയിലിൽ കിടക്കുന്ന അപ്പോസ്തോലനോട് പറഞ്ഞ് ഫിലിപ്പിയ സഭയുടെ നിലനിൽപ്പിനും ഫിലിപ്പിയ സഭയിലെ ഐക്യതയ്ക്കും സന്തോഷത്തിനും പ്രശ്നമായതുകൊണ്ട് ഒരു പിശാചിൻ്റെ ശക്തിയാണല്ലോ, ഒരു ഭൂതശക്തിയാണല്ലോ പ്രവർത്തിക്കുന്നത്, ആരിൽ കൂടാണെങ്കിലും ആ ഭൂതത്തെ എന്ത് ചെയ്താണ്? പൂട്ടിയാലേ പറ്റും. അതിനെ സഭയിൽ നിന്ന് എന്ന് വെച്ചാൽ ആ ദുഷ്ടശക്തി, ആ പദ്ധതിയാണ്, സാത്താൻ്റെ പദ്ധതിയെ അഴിച്ചു വിട്ടാലേ പറ്റൂ, അതിനെ നിർത്തിയാലേ പറ്റൂ, അത് പൂട്ടിയാലേ പറ്റൂ, അത് ഡിസ്കസ് ചെയ്തേലേ പറ്റൂ. അതുകൊണ്ടാണ് ഈ രണ്ട് സഹോദരിമാരോട് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. അതാരാ? ഒരു വ്യക്തിയാണോ സഭയാണോ എന്നുള്ള കാര്യം അവിടെ വ്യക്തമല്ല. എന്തുവായാലും അവിടെ എഴുതിയിരിക്കുന്ന ഞാൻ നിന്നോടും. ആത്മാവിലെ ആ ഐക്യത ഇവിടെ എല്ലാം നമുക്ക് കാണാനുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് സഹോദരിമാർ
അവർ തമ്മിൽ സയൻസ് അല്ല പറഞ്ഞത്. സഭയിൽ സയൻസ് പറയത്തില്ലല്ലോ. അവർ തമ്മിൽ വേറെ ഒന്നുമല്ല, ഫിലോസഫി അല്ല പറഞ്ഞത്. വചനത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണ്. സഭയിൽ അതല്ലേ പ്രബോധിക്കത്തുള്ളൂ, പറയത്തുള്ളൂ. എഴുന്നേറ്റെന്ന് പറയുന്നത് എന്തുവാണ്? വചനത്തിൻ്റെ വിഷയം. അപ്പം എന്തോ വചനത്തിൽ ഇങ്ങനെയാണോ, വചനത്തിൻ്റെ വിഷയമൊക്കെ ആണല്ലോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം രണ്ടുപേരുടെയും പ്രബോധനം അല്ലെങ്കിൽ രണ്ടുപേരുടെയും എന്ത് വിഷയം അവർ അത് ഒച്ചത്തിൽ അവർ പറയുന്നു, അല്ലെങ്കിൽ അവരത് സഭയിലെ ഐക്യത കെടുത്തുവാൻ പറയുന്നു. കാരണം എല്ലാ ലേഖനത്തിലും എഴുതിയിരിക്കുന്ന ഒരു കാര്യം, കർത്താവും കൺസേൺഡ് എന്തുവാ? ആൾക്കാർ കൂടുന്നതല്ല, ഐക്യപ്പെട്ടിരിക്കണം. നിങ്ങൾ ആരുണ്ട് അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞ സഭയോട് പറയുക, നിങ്ങളൊന്ന് ദയവ് ചെയ്താ രണ്ട് സഹോദരിമാരോടൊന്ന് പറ, ഒന്ന് ഐക്യപ്പെടുവാൻ. ടു ബി യുണൈറ്റഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ എന്ത് ചെയ്യുവാൻ? ഓരോ ലേഖനം എഴുതുമ്പോഴും അപ്പോസ്തലൻ ഓർപ്പിക്കില്ലേ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബൈ ദ മേഴ്സീസ് ഓഫ് ദ ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത്, ദൈവകൃപയെ ഓർത്ത്, ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് എന്ത് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ആത്മാവിൽ ഐക്യപ്പെട്ട്. ഓരോ ലേഖനത്തിനകത്ത് എഴുതിയിട്ടില്ല, നിങ്ങൾ ആത്മാവിൽ ഐക്യപ്പെട്ട് ഏക സ്നേഹം പൂണ്ട്. ഒന്ന് രണ്ട് വാക്യം പെട്ടെന്ന് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഇത് അനുസരിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് വചനമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ നിങ്ങളെ ബൈ ദി അതോറിറ്റി ഓഫ് ഗോഡ്. ഒരു ദൈവദാസന് കർത്താവ് കൊടുത്തിരിക്കുന്ന അതോറിറ്റി എന്തുവാ? ദേവദാസൻ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് അതുപോലെ കേൾക്കും. ഭൂതങ്ങളോട് പോകാൻ പറഞ്ഞാൽ പോവും, രോഗിയെ സൗഖ്യമാക്കാൻ പറഞ്ഞാൽ പോവും. അപ്പം ആ അധികാരം ഉപയോഗിച്ചാണ് താൻ പറഞ്ഞത്, അല്ലെങ്കിൽ കേൾക്കത്തില്ല. പിന്നെ പൗലോസ് ഇപ്പം ഒന്നുമില്ലല്ലോ പൗലോസിന്. പണ്ട് രാജാവിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പൗലോസായിരുന്നല്ലോ. കർത്താവിന് വേണ്ടി ഓരോന്ന് വേണ്ട ഛേദം ചപ്പും ചവറുമായിട്ടൊക്കെ എണ്ണി. ഇപ്പം പൗലോസിനെ ലോകമനുഷ്യർ നോക്കുമ്പോൾ എന്തുവാ? തനിക്ക് ഒന്നുമില്ല. താനൊരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ശുശ്രൂഷയായി അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിന് ക്ഷീണമൊക്കെ ആയപ്പോൾ വളരെ ജയിലിലൊക്കെ കിടക്കുക. വലിയ ശുശ്രൂഷയാന്ന് പറഞ്ഞ് ഇപ്പോൾ എവിടെ കിടക്കുക. അതുകൊണ്ട് താൻ അല്ലെങ്കിൽ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോൾ എഴുതുക, കർത്താവിൻ്റെ നാമം ചൊല്ലി ഞാൻ നിങ്ങൾ ഐക്യപ്പെട്ട് ഏക സ്നേഹം ഏക ഭാവം, നിങ്ങൾ പറയുന്നത് ഒന്നായിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? കാഴ്ചപ്പാട്, വചനം, തീരുമാനം. അത് ആത്മാവിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് ആരെ പോലാക്കും? പാസ്റ്ററിനെ പോലല്ല ആക്കുന്നത്, എന്നെയും നിങ്ങളെയും യേശുവിനെ പോലാക്കും. നമുക്ക് ഈ കൊച്ചി ദേശത്ത് ഐക്യതയോടുകൂടി ശക്തമായിട്ട് നിന്നാൽ മാത്രമേ ആൾക്കാരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. എത്ര പേരാണെന്നറിയാം നമ്മളെ നോക്കുന്നത്? നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ദേശക്കാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ. നമ്മൾ വിചാരിക്കും ഈ സഭയിലുള്ളപ്പോൾ സഭക്കാർ കാണുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും? വളരെ ഡീസൻ്റായിട്ടിരിക്കും. ഇല്ല, നോ. നമ്മളെപ്പോഴും ഈ ഒരു ഭാവം മതി. ഏകഭാവം പൂണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. നാട്ടിലെ ഒരു ഭാഷയുണ്ടല്ലോ, ചന്തയിലുള്ളപ്പോൾ കമ്പോളമറിയ അല്ലേ, അല്ലെങ്കിൽ കന്യാകുമാരി, പള്ളിയിലുള്ളപ്പോൾ കന്യാകുമാരിയ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചന്തമറിയ അല്ലെങ്കിൽ കമ്പോളമറിയ എന്നൊക്കെ പറഞ്ഞൊരു പറച്ചിലുണ്ട് നാട്ടിൽ. എന്ന് പറഞ്ഞ പോലെ നാട്ടിലും വീട്ടിലും ദൈവസന്നിധിയിലും ഒരേ മുഖം മതിയെന്ന വചനം പറയുന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിങ്ങളെപ്പോഴും ഏകഭാവം പൂണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അത് ആരുടെ ഭാവമാണ്? ക്രിസ്തുവിൻ്റെ അതേ ഭാവം നിങ്ങളിലാകും. ലെറ്റ് ദ സെയിം മൈൻഡ് ഓഫ് ജീസസ് ബി വിത്ത്. എന്ന് പകൽക്കാലം വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ പഴയ മനുഷ്യനൊക്കെ എന്ത് ചെയ്യണം? ക്രൂശിച്ച് ഭവനം ഡിസിപ്ലിനിൽ പോകണം. നമുക്കും ഒരു ചിട്ട വ്യക്തിത്വം വേണം. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ഭാവം ഏത് ഭാവം മാത്രം മതി? ക്രിസ്തുവിൻ്റെ ഭാവം മതി. എഫെസ്യ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ആത്മാവിൽ ഐക്യപ്പെട്ട് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ നിങ്ങളെ തന്നെ. 4-ാം അധ്യായത്തിൽ എടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ആത്മാവിൻ്റെ ബന്ധം, ആത്മാവിൽ ഐക്യപ്പെട്ട്. ഇനി നമ്മൾ ഈ സഹോദരിമാരോട് എന്തുവാ സഭയോട് പറഞ്ഞത്? ഐ ഏർജ് യു എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. അത് നിങ്ങൾ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതൊരു അവിടുത്തെ ഒരു മൂപ്പനാണോ, ഒരു സീനിയർ മൂപ്പനാണോ, അവിടുത്തെ മൂപ്പന്മാരാണോ, ആ സഭയോട് മുഴുവനും പറയുവാണോ എന്ന് പേര് വ്യക്തമാക്കാത്തതുകൊണ്ട് ഈ 2 സഹോദരിമാരോടൊന്ന് ബുദ്ധി ഉപദേശിക്കുവാൻ ഐ ഏർജ് യു. മലയാളത്തിൽ ഒന്നുകൂടെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഞാൻ ഇത് പറയുന്ന കാര്യം ഒരു കൺഫ്യൂഷനും വരില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് നാളെ ചോദിച്ചാൽ നിങ്ങളത് പറയണം വ്യക്തമായിട്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് ആരാണ് ഈ വ്യക്തി എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയിട്ടില്ല ബൈബിളിൻ്റെ അകത്ത്. ഐ ഏർജ് യു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇറ്റ് ക്യാൻ ബി ദ ചർച്ച്, സഭയാകാം, മൂപ്പന്മാരാകാം, ഒരു മൂപ്പനാകാം, ഇനി ദൈവദാസനോടാണോ എന്തുപോലെ പേര് എഴുതാത്തതുകൊണ്ട് നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഈ 2 സഹോദരിമാർ എന്ത് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്? അവർക്ക്
തുറന്നു നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള നല്ല സുവിശേഷകർ ക്ലെമൻറ്റും ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ പറയുന്നത് അവർ നല്ല ശക്തമായിട്ട് നല്ല ആത്മാവിൻ്റെ ഒരാളിൽ കൂടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ദൈവദാസന് അറിയത്തില്ല. നല്ല വിശുദ്ധിയോട് നിന്നാലേ അങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ശക്തമായ വിശുദ്ധിയോടും വേർപാടോടും പ്രവർത്തിക്കുന്ന ക്ലെമൻറ്റും മറ്റുള്ള ദൈവദാസന്മാരുടെ കൂടെ തന്നെ ഞങ്ങളുടെ സുവിശേഷ ടീമിൽ ഞങ്ങളുടെ കൂടി ഒരു കാലത്ത് നല്ല വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടിയും നല്ല താഴ്മയോടുകൂടി ഞങ്ങളോട് ആത്മാവിൽ ഐക്യപ്പെട്ട് പ്രവർത്തിച്ച 2 സഹോദരിമാരാണ് ഇവർ. ഇവർക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു. ഈ സഹോദരിമാർ ഒരു കാലത്ത് ദൈവഭയത്തോടുകൂടി ആവാത്തതൊന്നും നാവിൽ നിന്ന് വരാതെ പ്രവർത്തിച്ച സഹോദരിമാരാ. ആ സഹോദരിമാരാണ് ഇപ്പം അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് സഭയിൽ ഐക്യത കെടുത്തുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഉപദേശത്തിൻ്റെ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അവരതിൽ സ്റ്റബേണായിട്ട് നിൽക്കുക. പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ എങ്ങനെ ആയിത്തീരും? ഒരാൾ സ്റ്റബേണായി തീർന്നാൽ ഓർത്തോണം എന്തുവാണ്? പരിശുദ്ധാത്മാവ്. ആത്മാവിൻ്റെ നടത്തിപ്പ് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞതാ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ആ നിമിത്തം 2 സഹോദരിമാരുടെ കോർത്തു. വലിയ പ്രശ്നമാണ് സഭയുടെ. അത് സാക്ഷ്യക്കേട് വെളിയിലോട്ടും പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ സഹോദരിമാരെ ഒന്ന് ഉപദേശിക്കാം. അവരിങ്ങനെ തുടർന്നാൽ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പോകും എന്നല്ല എൻ്റെ അർത്ഥം. കൃപയോടുകൂടി ദൈവഭയത്തോടുകൂടി നിൽക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവർ സമാധാനത്തിൻ്റെ ആത്മാവിലാണ് നിൽക്കുന്നത്. അവർ അതിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ആത്മാവിലാണ് നിൽക്കുന്നത്. അവർ വചന സത്യത്തിലാണ് നിൽക്കുന്നത്. അവരുടെ പേര് ഇപ്പോഴും എന്ത് ചെയ്യണം? ഇതുപോലെ ദൈവത്തിനു വേണ്ടി വില കൊടുത്ത് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ദൈവഭയത്തോട് നിൽക്കുന്ന ദൈവദാസന്മാരും ദൈവദാസിമാരും അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. ഈ 2 സഹോദരിമാർ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പോകുന്ന പരിപാടിയാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് എഴുതുന്നത്. അതുകൊണ്ട് ഈ സഹോദരിമാരോടൊന്ന് പറ എന്ന് പറഞ്ഞിട്ടാണ് 4ാമത്തെ വാക്യത്തിൽ. സന്തോഷം വേണമെങ്കിൽ ഇതിനു മുമ്പ് എന്തു വേണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാ ഇപ്പം ഇന്നത്തെ സഭകളാണെങ്കിൽ പറഞ്ഞേനെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് 2 കൈ കൊടുത്ത് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞേ, സമാധാനം എന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ലാഫിംഗ് ക്ലബ്ബുണ്ട്. ഇവിടെ ഈ മരത്തിൻ്റെ, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടി രാവിലെ 7:00 വന്നാൽ 6:30, 7:30 ആ സമയത്ത്. കോവിഡ് സമയത്തൊക്കെ ആർക്കും സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മെമ്പർഷിപ്പായിരുന്നു കോവിഡ് സമയത്ത്. കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് പിന്നെയും അതിപ്പോൾ ഒന്ന് കുറഞ്ഞു. നമ്മുടെ എല്ലാവരും വന്നിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അവർ കാണിക്കുന്ന പരിപാടി എന്താ? ഹാ 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 ഹാ. ഒരാൾ അങ്ങോട്ട് തുടങ്ങും, പിന്നെ ആ ചിരിയുടെ ആ പേസ് അങ്ങോട്ട് കൂടും. എല്ലാവരും കയറുന്ന അങ്ങ് ചിരിച്ച് ഈ ചിരിച്ചിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? പല കാര്യങ്ങളാണ്. ഡോപ്പോമൈൻ അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺ ഇത് ചെയ്യും. അല്ലെങ്കിൽ ഓരോ അതിൻ്റെ സയൻറ്റിഫിക് ആക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ശരീരത്തിലുണ്ടാക്കും. അതൊരു ചെറിയ ഹോർമോണൽ ചേഞ്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ഒരു സന്തോഷം ഉണ്ടാക്കും. എത്ര മിനിറ്റ് ലാസ്റ്റ് ചെയ്യും? ഇവരെല്ലാം നടന്ന് തിരിച്ച് പോകുമ്പോൾ ഇവർ കൂട്ടമായിട്ട് വരും. അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമുള്ളവരൊക്കെ 3-4 പ്രായമുള്ളവർ. ഈ കമ്പനിയുണ്ട് ഇതിൻ്റെ അകത്ത്. ആ കമ്പനികൾ ഇവർ നടന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ഇവർ മുഖം പാടും നമുക്ക് കാണാം. അവിടെ നിന്ന് ചിരിക്കുമ്പോഴേ ഉള്ളൂ ഈ സന്തോഷം. മനസ്സിലായി? അതുകൊണ്ട് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുക സന്തോഷിപ്പീൻ. പാസ്റ്റർ ഇവിടെ കിടന്നിട്ട് ഇതിനോടങ്ങോട്ട് ചേർന്ന് സന്തോഷം എന്നൊന്നും പറഞ്ഞ് സന്തോഷം വരത്തില്ല ദൈവമക്കളെ. സന്തോഷം വരണമെങ്കിൽ ക്രമീകരണം പ്രാപിക്കണം. ആത്മാവിൻ്റെ തീ ഇറക്കണമെങ്കിൽ ഏരിയാവിനോട് ചോദിച്ചു നോക്കാം. ബാലിൻ്റെ പ്രവാചകന്മാരാ തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നത്. അവരാണ് കൂവെ അലയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഏലിയാവ് ഈ പണി ഒന്നും കാണിച്ചില്ല. ഏലിയാവിനറിയാം ആത്മാവ് ഇറങ്ങി വരാതെ ആത്മാവിൻ്റെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചാലൊന്നും അതൊരു വെറും ആക്ഷൻ ആകത്തേ ഉള്ളൂ. സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തി വരത്തില്ല, സ്വർഗത്തിലെ തീ ഇറങ്ങത്തില്ല. സ്വർഗത്തിലെ തീ ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ഉപദേശം, അത് പ്രകാരം നമ്മുടെ ജീവിതം. ഇതാണ് ആലയം. ഈ ആലയത്തിലാണ് ഇപ്പോൾ ദൈവം വസിക്കുന്നത്. പഴയ നിയമകാലത്തിൽ സമാപന കൂടാരത്തിലും ശമൂവേൽ സോളമൺ അല്ലെങ്കിൽ ശലോമോൻ പണിത ദൈവാലയത്തിലും അത് കഴിഞ്ഞ് പൊളിച്ചു. പിന്നെ കോരേശ് രാജാവിൻ്റെ കാലത്തൊക്കെ പണിത ആ ദേവാലയത്തിൻ്റെ ഒക്കെ അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രം വസിക്കുന്ന ദൈവത്തിൻ്റെ ഷെക്കീന, ദൈവ തേജസ്. സ്തോത്രം. ആർക്ക് ഓഫ് ദ ലോർഡ് അല്ലെങ്കിൽ പെട്ടകത്തിൻ്റെ മേൽ വരുന്ന ദൈവത്തിൻ്റെ തേജസ്. ആ തേജസ് കാണുവാൻ ഇനി മഹാപുരോഹിതനായിക്കോട്ടെ കുറവുള്ളവനായിട്ട് അതിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചാൽ മരിച്ചു വീരും. അതാണ് ദൈവത്തിൻ്റെ ഷെക്കീന, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുമ്പോഴുള്ള ദൈവപ്രവൃത്തി. വിശുദ്ധിയുള്ളിടത്ത് മാത്രം വസിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ, പുതിയ നിയമകാലത്തിൽ ദൈവ തേജസ് വസിക്കേണ്ടത് എവിടാ? ഈ ഷെക്കീന വസിക്കേണ്ടത് ഉള്ളിലാണ്.
അപ്പോൾ ഞാൻ എത്രത്തോളം എന്നെ തന്നെ ഒരുങ്ങണം. അതുകൊണ്ട് സന്തോഷിപ്പീൻ എന്നൊക്കെ പറയുന്നതിന് മുമ്പേ ക്രമീകരണങ്ങൾ പ്രാപിക്കേണ്ടത് ക്രമീകരണം പ്രാപിക്കണം. യേശു ഈ ഒരിക്കലും ആത്മാവിൽ ചേരുവാൻ കഴിയാത്ത, അതുകൊണ്ടാണ് ദൈവ തേജസ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് വിട്ടുപോയത്. യേശുവിൻ്റെ കാലത്ത് അവിടെ ഒരു തേജസ്സും ഇല്ല, അത് എപ്പോഴേ വിട്ടുപോയി. കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ ഒരു 400-500 വർഷം ഡാർക്ക് ഏജസ് എന്ന് പറയും ചരിത്രത്തിൽ. സ്തോത്രം. ഒരു ദൈവ സാന്നിധ്യവും എങ്ങും ലോകത്തിലില്ല ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്ന നമുക്കറിയാം. കാരണം ഇസ്രായേലിൻ്റെ മധ്യത്തിൽ ആരില്ല, യഹോവ ഇറങ്ങി വരത്തില്ല. ആ ഒരു പരുവത്തിലായി ഇസ്രായേൽ ജനത. ആ ഒരു കാലഘട്ടം വരെയുള്ള നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് അവരോട് ശക്തമായി പറഞ്ഞൊരു ഭാഗം നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം എല്ലാവരും യാഗം കഴിക്കാൻ വരുക. കർത്താവ് അവരോട് പറഞ്ഞു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-24. മാത്യു 5:23-24. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ഈ മനസ്സിൽ പല കാര്യങ്ങൾ ആരെങ്കിലോട് കയ്പ് വെച്ചിട്ട്, ആരെങ്കിലോടൊരു വിഷമം വെച്ചിട്ട് വന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേലിനോട് സംസാരിച്ചുകൊണ്ട് യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ യാഗം എന്തോ അധരഫലം എന്ന സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന എന്തും ദാറ്റ് ഈസ് അവർ ഓഫറിങ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രബോധനം, നമ്മുടെ ആരാധന. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആദ്യം ചെന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ യാഗവസ്തു അവിടെ അങ്ങ് വെക്കാൻ, കീപ്പ് ഇറ്റ് അസൈഡ്. യാഗം കഴിച്ചാൽ കർത്താവ് സ്വീകരിക്കത്തില്ലെന്ന്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട, വെറുതെ ആ പുരോഹിതനെ പ്രയത്നിക്കേണ്ട. പുള്ളിയും അതിന് വേണ്ടി എന്ത് ചെയ്യും, പുള്ളി പറഞ്ഞതനുസരിച്ചൊന്നുമല്ലല്ലോ കർത്താവ് കേൾക്കും. ഈ പുരോഹിതനോ പാസ്റ്ററോ പറയുന്നതൊന്നുമല്ല കർത്താവ് കേൾക്കുന്നത്. ഈ വ്യക്തി എന്ത് ചെയ്യണം, ക്രമീകരണം പ്രാപിക്കണം. പാസ്റ്റർ ഇപ്പോൾ ഒരാളെ അങ്ങോട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലൊന്നും കർത്താവ് കേൾക്കത്തില്ല. ദൈവ പൈതലാണെങ്കിൽ, ഒരു ദൈവ പൈതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഒരു ജാതിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് അവർ ജീവിതത്തിൽ പ്രവർത്തിക്കും. ആദ്യം കർത്താവ് ആ ദൈവദാസനോട് പറയും, ആ ദൈവദാസൻ്റെ കുറവ് വെളിപ്പെടുത്താൻ പറയും. അതിനാണ് പ്രവചനാത്മാവ്, അതിനാണ് വിവേചനത്തിൻ്റെ ആത്മാവ്. കുറവ് വെളിപ്പെടുത്തിയിട്ട് ആ വ്യക്തിയോട് പറയും. എല്ലാവരും വന്ന് പറയും, എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, തലമുറ അനുഗ്രഹിച്ച്. എല്ലാവർക്കും ഇഷ്ടമാണ്. ജാതികളും പറയുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസവും എന്നോട് പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നും ഒക്കെ നമ്മൾ ആരാധനയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ അയലൊക്കെക്കാർ നമ്മളോട് പറയും, ആലയത്തിൽ പോകല്ലേ പക്ഷേ എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോണേ. ഇത് പണ്ട് പള്ളിയിൽ പോകുമ്പോൾ അമ്പലത്തിൽ പോകുന്നവരോടൊക്കെ പറയുന്ന വർത്തമാനമോ നമ്മളോട് പറയും. നമുക്ക് എന്തോ കർത്താവ് എങ്ങനെയെങ്കിലും അങ്ങനെയൊന്ന് അറിയുവാൻ, കർത്താവിന് അവരുടെ ഹൃദയത്തിൽ വസിക്കുവാൻ, ആ വ്യക്തി രക്ഷ പ്രാപിപ്പാൻ ആ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, കർത്താവ് പറയുക, നിങ്ങളുടെ യാഗം ഞാൻ സ്വീകരിക്കത്തില്ല. ആദ്യം ആ സൈഡിൽ വെക്ക്. ആരെങ്കിലോട് കയ്പോ ക്രമീകരണം പ്രാപിക്കാൻ വിഷയമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് അത് നിരപ്പ് പ്രാപിച്ചിട്ട് എന്നിട്ട് വന്നിട്ട് നീ എന്ത് ചെയ്യണം, എന്നാലേ ആ യാഗം, ആ ഓഫറിങ് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കുന്ന ആരാധന കർത്താവ് സ്വീകരിക്കത്തുള്ളൂ. മനസ്സിലായോ? ആരാധന സ്തോത്രം ഇമോഷണലാകുന്നതോ കൈവീശുന്നതോ ചാടുന്നതോ നമ്മൾ ആത്മാവിലാകുമ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച്. സ്തോത്രം അല്ല. പക്ഷേ ആ ആക്ഷൻ ഓഫ് അല്ലെങ്കിൽ അതിനെ കൊറിയോഗ്രാഫി സ്റ്റെപ്സ് വരെ ഉണ്ട്. ഞങ്ങൾ പല സംസ്ഥാനത്തിൽ പോകുന്നതല്ലേ. പല സംസ്ഥാനത്തിൽ പോകുമ്പോൾ അത് കൊറിയോഗ്രാഫിക് സ്റ്റെപ്സ് വരാനുള്ള കാരണം വേറൊന്നുമല്ല, അവരുടെ കൊയ്ത്തുപാട്ടും ആ ദേശത്തിൻ്റെ ഡാൻസുകളൊക്കെ ഉണ്ട്. പഞ്ചാബിൽ ഇറക്കി ചെന്നാൽ അവരുടെ ഒരു ദില്ലയൊക്കെ ഉള്ള പോലെ ഈ ആന്ധ്രാക്കാർക്കൊക്കെ ഉണ്ട്. അവർക്കൊരു ഇങ്ങനെ കാല് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അത് അവരുടെ കൊയ്ത്ത് ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അവരിങ്ങനെ കൈ കൂട്ടി വെച്ചിട്ട് ഒന്നിച്ചിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ദൈവസന്നിധിയിലും അവർ ആരാധന എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അഭിഷേകം ഇല്ലല്ലോ, അവർക്ക് പിന്നെ സന്തോഷിക്കണ്ടേ കർത്താവിൻ്റെ സന്നിധിയിൽ. നമ്മൾ ആത്മാവിൽ ആരാധിച്ചാൽ നമ്മൾ സന്തോഷിക്കണം. അതില്ലെങ്കിൽ പിന്നെ കൊറിയോഗ്രാഫിക് സ്റ്റെപ്സൊക്കെ എടുത്തിട്ട് ചില പാസ്റ്റർമാരൊക്കെ ഇപ്പം ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പോൾ പ്രായമുള്ള ചില പാസ്റ്റർമാരൊക്കെ കഴിഞ്ഞിടയ്ക്ക് സ്റ്റെപ്സൊക്കെ കാണിക്കുന്നതാണ്. ഈ ആത്മാവ് വിട്ടുപോയാൽ പിന്നെ സ്റ്റെപ്സൊക്കെ കാണിച്ചാലേ പറ്റൂ. പിന്നെ വല്ല കൊറിയോഗ്രാഫി ക്ലാസ്സിലൊക്കെ പോയിട്ട് സുംബ ഡാൻസോ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സൊക്കെ കാണിച്ച് ഒരു ആക്ഷൻ വേണ്ടേ. പണ്ട് ആത്മാവിൽ ആരാധിച്ചായിരുന്നു നമ്മൾ സന്തോഷിക്കുന്നതും നമ്മുടെ ശരീരം ചൂടാകുന്നത്. ഭയങ്കര നമ്മുടെ മുഖമൊക്കെ ചുമക്കും ആത്മാവ്. ഇപ്പം അതൊന്നും ഇല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ ദേഹം അനങ്ങാനുള്ള സ്റ്റെപ്സൊക്കെ കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ക്രമീകരണം പ്രാപിച്ച് കഴിഞ്ഞിട്ട് ആരാധിച്ചാൽ മതി. ആരാ പറഞ്ഞത്? യേശുവാ പറഞ്ഞത്. ആരാധന സ്വീകരിക്കാൻ ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്?
യേശു കർത്താവ്. ആ കർത്താവാണ് ഇവിടെ പറഞ്ഞിട്ട് നീ ആദ്യം ചെന്ന് നിൻ്റെ എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് ഈ 2 സഹോദരിമാരോടൊന്ന് പറ, അവിടെ കിടന്ന് ആരാധനയും പ്രബോധനവും ഒക്കെ അവിടെ നിൽക്കുക. ആദ്യം എന്ത് ചെയ്യുക, ആ സഭയോട് പറയുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പറയുക, നിങ്ങളൊന്ന് ചെന്ന് ആ വ്യക്തി ഒന്ന് ഉപദേശിക്കുക. കാരണം ക്ലെമൻറ്റ് ഞങ്ങളുടെ കൂടെ മറ്റുള്ള ശുശ്രൂഷകരുടെ കൂടെ ഞങ്ങളുടെ കൂടെ ആ സഭയ്ക്ക് അറിയാവുന്ന ശുശ്രൂഷകരാണ്, ഞങ്ങളുടെ കൂടെ നന്നായിട്ട് ശുശ്രൂഷിച്ച ഒരു കാലം ഈ സഹോദരിമാർക്കുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ആ ഒരു നല്ല കാലത്തിലേക്ക് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് പോകും എന്നാണ് പറയുന്നത്. അവർ ശുശ്രൂഷകരൊക്കെ ആയിരിക്കും, പക്ഷേ അവരുടെ പേരെവിടെ പോകും? ഫ്രം ദ ബുക്ക് ഓഫ് ദ ലിവിങ്. ഇവിടെ ലോകത്തിൽ ശുശ്രൂഷകരായിരിക്കും, പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പൗലോസിന് ആരുമായിട്ടുള്ള കൂട്ടേ ഉള്ളൂ. ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരാൻ യോഗ്യരായിട്ടുള്ള ആത്മാവിൽ കീഴ്പ്പെടുന്നവരുമായിട്ടുള്ള കൂട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, എനിക്ക് അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ക്ലെമൻറ്റും മറ്റുള്ള സഹോദരന്മാരും എൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. എന്നിട്ടാണ് 4ാമത്തെ വാക്യത്തിൽ അവരോട് പറഞ്ഞത്, സന്തോഷിപ്പീൻ. സന്തോഷിക്കാൻ ഒരു വകയുമില്ലാതെ ചങ്ങല, അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ കഫ്സ്, എല്ലാ രീതിയിലും തനിക്ക് ഇത് 1 ദിവസമോ അല്ല 2 ദിവസമോ അല്ല എത്ര വർഷമാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്തുവായാലും ഇത്രയും ലേഖനം ഈ ഒരു എഴുത്തിന് ഈ പ്രാവശ്യം ജയിലുള്ളപ്പം തന്നെ ചിലപ്പം 30, 40, 50 ലേഖനം എഴുത്തുകൾ എഴുതി കാണും. അതിൽ ബൈബിളിൻ്റെ അകത്ത് ചേർക്കപ്പെട്ട 4 ലേഖനങ്ങളാണ്. നമുക്കറിയാവുന്ന ഈ 4 ലേഖനങ്ങൾ. അത്രയും കഷ്ടപ്പെട്ട് താൻ ഇത്രയും വർഷങ്ങൾ ഇരുന്ന് താൻ ലേഖനങ്ങൾ ഓരോ സഭയ്ക്ക് വേണ്ടി എഴുതുമ്പോഴും തനിക്ക് നമ്മൾ പുറമേ നിന്ന് ഒരു വ്യക്തി നോക്കുമ്പോൾ പക്ഷേ തനിക്ക് ഫിലിപ്പി സഭയെ മാത്രമല്ല കൊച്ചിയിലെ സഭയും സന്തോഷിപ്പിക്കാനുള്ള പവറാണ് ആ ലേഖനത്തിൻ്റെ അതില്ലേ. സന്തോഷിപ്പീൻ, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. സ്തോത്രം. അവിടെ തന്നെ എൻകറേജ് ചെയ്യാൻ ആരുമില്ലെങ്കിലും വലിയ സന്തോഷം. ഇത് പരിശുദ്ധാത്മാവിലെ സന്തോഷമായില്ലേ. ഓരോരുത്തരും എക്സ്ക്യൂസ് പറയുമല്ലോ, എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് പ്രശ്നങ്ങളാണ്. ആത്മാവിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. സ്തോത്രം. ഹബക്കൂക്ക് പറയുന്ന ഒരു വാക്യം, പഴയ നിയമ ഭക്തനാണ്. അല്ലെങ്കിൽ അവർക്ക് ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര അധികം ആത്മാവിൻ്റെ അളവ്. ഹബക്കൂക്ക് 3-ാം അധ്യായം 17 തൊട്ട് 19 വരെ ഒന്ന് വായിച്ചു. അറിയാവുന്ന വാക്യമാണ്. ഒന്നുകൂടെ ആ പോയിന്റ് ഒന്ന് മനസ്സിലാകാനാണ്. ഹബക്കൂക്ക് ചാപ്റ്റർ 3 verse 17 to 19. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലകൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിൽ ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എഴുതിക്കുന്നത് സന്തോഷിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുടുംബം, മക്കൾ, ജോലി ഒരു സന്തോഷം തരണം, താമസിക്കുന്ന സ്ഥലം ഒരു സന്തോഷം തരണം, ശരീരത്തിൻ്റെ ആരോഗ്യം ഒരു സന്തോഷം തരണം. വരുമാനത്തിൻ്റെ മാർഗ്ഗമാണ് ഈ മുന്തിരി, അവിടുത്തെ വരുമാനം മുന്തിരി, പിന്നെ അന്നത്തെ ആടുമാടുകൾ, പാൽ, ഗോശാല. എന്തൊക്കെ ഒരു മനുഷ്യന് വരുമാനമുണ്ടോ അതൊക്കെ ആർക്കും ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം ആർക്കും ഉണ്ട്, ഹബക്കൂക്കിനുണ്ട്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, വരുമാനമില്ല. അതാ വിഷമം. വരുമാന സോഴ്സസ് എല്ലാം ഉണ്ട്, പക്ഷേ വരുമാനമില്ല. അതിനൊന്നും എനിക്ക് സന്തോഷം തരുവാൻ കഴിയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഉള്ള ഹബക്കൂക്ക് ഇത്ര ആടുമാടുകളും മുന്തിരിത്തോട്ടവും അതിൻ്റെ ചക്കും അല്ലെങ്കിൽ ഗോശാലകളും അത്രയും പാല് തരുവാൻ അല്ലെങ്കിൽ അത്രയും വരുമാനം തരുവാൻ കഴിയും. ഇതിലൊന്നും വരണ്ടു പോയെന്ന് സാത്താൻ ഇതിനെയൊക്കെ എന്ത് ചെയ്തു? ഞെരുക്കി കളഞ്ഞ് വെച്ചിരിക്കുക. ഇവൻ്റെ വരുമാന മാർഗം മുഴുവൻ ദൈവം അനുവദിച്ച് ഒരു തീച്ചുകളുടെ അനുഭവത്തിൽ കൊടുത്താൻ കഴിയും. ഇതൊന്നും ലോകത്തിന് എനിക്ക് ആരോഗ്യമായിട്ട്, സമാധാനമായിട്ട്, സന്തോഷമായിട്ട് ഇനി കുടുംബത്തിൽ നിന്നോ അയൽവക്കത്തു നിന്നോ ഒന്നും തനിക്ക് സന്തോഷമില്ല. താൻ പറയാനുള്ള പോയിൻറ്റ്സ് എല്ലാം അവിടെ പറഞ്ഞു. ഒരു വലിയ ലിസ്റ്റ് 2-3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയാം, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ റിജോയ്സ് എക്സീഡിംഗ്ലി ഗ്ലാഡ്. സ്തോത്രം. പൗലോസ് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്നത് ഇൻഎക്സ്പ്രസിബിൾ ജോയ് എന്നൊക്കെ എഴുതിയേക്കുന്നത്, പറഞ്ഞു തീരുവാൻ കഴിയാത്ത സന്തോഷം. പറഞ്ഞ് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ ഈ സന്തോഷമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എല്ലാവരുടെയും മുഖം കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇനി സഭയിൽ അങ്ങ് ചിരിച്ചുകൊണ്ടിരുന്നാൽ പോലും ഭവനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടോ ഇല്ലയോ എന്ന് കർത്താവോടൊന്ന് അറിയുന്നത്. ഈ പെറുവെറുപ്പും കംപ്ലൈൻറ്റും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ദൈവം നടത്തുന്നതിൽ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങളുടെ പ്രാർത്ഥനയിൽ കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുറേ ആവശ്യങ്ങൾ മാത്രമാണ് വരുന്നെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പരാതികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല ശരിക്കും? ഈ സന്തോഷം കുറയുന്നതിൻ്റെ കാരണം നമ്മളിവിടെ കണ്ടല്ലോ. ഈ സഭയിലെ ഫിലിപ്പി സഭയിലെ സന്തോഷം കുറയുന്നതിൻ്റെ കാരണം ഐക്യത കുറവ്. പലരും ഇടർച്ചയായി തീർന്നു. ഈ ഇടർച്ച വലിയ പ്രോബ്ലമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തോണം,
സഭയിൽ ഇടർച്ച ഉണ്ടാക്കാൻ പിശാച് തോന്നിപ്പിച്ച് അതിനേക്കാൾ നല്ല സഭയിൽ അങ്ങ് പൊക്കോ. നിങ്ങളോട് ആരോടും അല്ല, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. സ്തോത്രം. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ആത്മീയ ക്ഷീണത്തിൽ പിശാച് വന്ന് തോന്നിപ്പിച്ചാൽ സഭയിൽ അങ്ങ് പോകുന്നതാണ് നല്ലത്. കാര്യം സഭയിൽ കിടന്ന് കളിക്കുമ്പോഴുള്ള കുഴപ്പം എന്തോന്നറിയാം, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇടർച്ച ഉണ്ടാക്കുന്നവനെ അവൻ്റെ കഴുത്തേൽ ഒരു തിരികല്ല് കെട്ടിയിട്ട് അവനെ കടലിൽ എന്ത് ചെയ്യണം? ദൈവം പിന്നെ അങ്ങനെ വളരെ കട്ടിയായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മിൽ സ്റ്റോൺ എന്നാണ് ഇംഗ്ലീഷ് എഴുതിക്കുന്നത്. തിരികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറും ഈ പണ്ടാട്ടുന്ന കല്ലല്ല, വലിയ ചക്കിലുള്ള കല്ല്. കാര്യം അതൊരു വ്യക്തിയേക്കാൾ എത്ര ഇരട്ടി വെയിറ്റ് കൂടിയ കരിങ്കല്ല. അത് അവൻ്റെ കഴുത്തേലോട്ട് കെട്ടി വല്ലാത്ത കഠിനമായ ഭാഷ. നമ്മൾ ഈ എന്തുവാ പിള്ളേരൊക്കെ പറയുമ്പോൾ ഹൊറർ ഇല്ലേ, എന്തുവാ ടെറർ. സ്തോത്രം. ആകെപ്പാട് വല്ലാത്ത ഒരു ഭാഷയാണ് പരിശുദ്ധാത്മാവ് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിൽ. ഇടർച്ച ഉണ്ടാക്കുന്ന സഹോദരനോട് ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അവൻ്റെ കഴുത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു കയ്പ് വളരാൻ അനുവദിക്കല്ല. ഒരു കയ്പ് ആരെങ്കിലും വിഷമങ്ങളുണ്ടാകും. ഒരു കുടുംബമാണെങ്കിൽ പോലും എന്തുണ്ടാകും? നമ്മുടെ മക്കൾ തമ്മിലുണ്ടാകുന്നില്ലേ, ഇവർ തമ്മിലോ, അല്ലെങ്കിൽ എല്ലാ സഹോദരങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വേറെ എന്താണ്, വലിയ മൂത്താപ്പ സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, എൽഡർ സഹോദരന്മാർ. സഹോദരൻ ഹല്ലേലൂയ. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പില്ലേ. കുടുംബമാകുമ്പോൾ ഭാര്യ ഭർത്താവായിരിക്കും, മക്കളും അപ്പനും അമ്മയും ഒക്കെ ആയിരിക്കും. തമ്മിൽ എന്തുണ്ടാവും? പ്രശ്നങ്ങളുണ്ടാവുന്നേ. ഒന്നിച്ച് താമസിക്കുന്നുണ്ടാവും പ്രശ്നങ്ങൾ, മാറി താമസിച്ചൊന്നും പ്രശ്നങ്ങൾ. അപ്പോൾ ഒന്നിച്ചുള്ളപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഹല്ലേലൂയ നമ്മളതിനെ ക്ഷമിച്ചും സ്നേഹിച്ചും, രക്തബന്ധത്തിൻ്റെ പ്രത്യേകതയാണ് അതില്ലേ, രക്തബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ബന്ധം ഉള്ളതുകൊണ്ട്, രക്തബന്ധം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിച്ചും സ്നേഹിച്ചും പിന്നെയും ഒന്നിച്ച് ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ തന്നെ വിചാരിക്കുമ്പോൾ അവിടെ ഈ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്ന ആൾക്കാരും പ്രത്യേകിച്ച് പാസ്റ്റർമാരും ഒക്കെ ഞങ്ങൾ പ്രത്യേകം പല സമയത്ത് അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളുടെ സൈഡ് പിടിക്കത്തില്ല. നമ്മളത് ന്യൂട്രലായിട്ട് നിൽക്കത്തുള്ളൂ. കാര്യം ഇവർ പ്രശ്നം തീർക്കാൻ വിളിച്ചതാണ്. നമ്മളിനി ആരെങ്കിലും ഒരാളൊരു വിഷയം പറഞ്ഞ് ഇവരങ്ങ് ഒന്നാവും. നമ്മൾ അവസാനം വിചാരിക്കും എന്തിനാണ് ഇവിടെ വന്നതെന്ന് വിചാരിക്കും. നമ്മൾ ചമ്മിപ്പോ അല്ലെങ്കിൽ നാണം കെട്ട് പോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കാരണം എന്തുവാ, ഈ രക്തബന്ധം അല്ലെ കർത്താവ് കൂട്ടിച്ചേർത്ത ബന്ധം അങ്ങനെ. ഈ സഹോദരങ്ങൾ തമ്മിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ഒരേ രക്തത്താൽ ഒരപ്പൻ്റെ മക്കളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? യെസ്, കർത്താവ് കൂട്ടിച്ചേർത്ത്, ഒരു കൂട്ടായ്മയായിട്ട് കൂട്ടിച്ചേർത്ത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ഇവിടെ ഇടർച്ച ഉണ്ടാക്കുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സ്തോത്രം ഈ സഭയോട് ഇവരോട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയേക്കുന്നത്, സന്തോഷിപ്പീൻ. പിന്നെയും ഹബക്കൂക്ക് ചോദിച്ച ഒന്നും ലോകത്തിൽ സന്തോഷിപ്പാനില്ലെങ്കിലും. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗം കൂടെ, ഒത്തിരി വാക്യങ്ങൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്. സങ്കീർത്തനം 4:7-8 ഒന്ന് വായിച്ചോ. Psalms 4:7-8. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് പറയുന്നു, 1000 പൊൻ വെള്ളി നാണയത്തെക്കാൾ സന്തോഷം. ഇവിടെ പറയുന്നു ധാന്യവും വീഞ്ഞും ഭയങ്കര ഒരു സീസണിൽ എന്ത് ചെയ്യും? ഇതങ്ങ് അതിൻ്റെ മെയിൻ സീസണിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ വരുമാനം അതിൻ്റെ പീക്കിൽ നിൽക്കുന്നതിനേക്കാൾ സന്തോഷം. എന്ന് വെച്ചാൽ വലിയ ഇവിടുത്തെ വലിയ ബിസിനസ്സുകാരെ, ബിസിനസ് ടൈക്കൂൺസ് അല്ല, അവരുടെയൊക്കെ വരുമാനത്തേക്കാൾ കർത്താവ് എനിക്ക് വരുമാനം തന്നാൽ തരാതിരിക്കട്ടെ. കാര്യം അഹങ്കരിച്ച് പോകും മനുഷ്യൻ. അല്ലല്ലേ, കർത്താവ് നടത്തിയാൽ മതി. കർത്താവ് അന്നത്തേക്കുള്ള നടത്തിയാൽ മതി. പക്ഷെ അത്രയും സന്തോഷം ലോകത്തിൽ തന്നാലും എനിക്ക് അതിലല്ല സന്തോഷം. അതിലും സന്തോഷം ദൈവമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ദൈവമക്കളെ, കംപ്ലൈൻറ്റ് പറയുന്നവരാരെങ്കിലും ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവം നടത്തുന്നതിൽ തൃപ്തിയില്ലാതെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൻ്റെ വോളിയം കുറവാണ്. ആത്മാവിൻ്റെ അംശം, ആത്മാവിൻ്റെ അളവ് നിങ്ങളുടെ ഉള്ളിൽ കുറവായി പോകുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആത്മാവിൽ വീക്കായി പോകുന്നത്. യു ആർ ഡ്രെയിൻഡ് ഇൻ ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പരാതി വരുന്നത്. ധാന്യവും വീഞ്ഞും ഒക്കെ എന്ന് വെച്ചാൽ കോടാനകോടി രൂപ എനിക്ക് കിട്ടുന്നതിനേക്കാൾ സന്തോഷം ദൈവമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ. സ്തോത്രം. നിങ്ങൾക്കുണ്ടോ ഈ സന്തോഷം? പഴയ നിയമ ഭക്തരാണ് ഇത് പറയുന്നത്. ഹബക്കൂക്കും പുതിയ നിയമത്തിലേക്ക് വന്നാൽ പത്മോസിൽ കിടക്കുന്ന യോഹന്നാന് സ്വർഗീയ സന്തോഷമാണ്. ജയിലിൽ കിടക്കുന്ന പൗലോസിന് സ്വർഗീയ സന്തോഷമാണ്. ഇന്ന് പകൽക്കാലം കൊച്ചിയിലെ സഭയെ പ്രബോധിപ്പിക്കുക പൗലോസ്, സന്തോഷിപ്പീൻ. പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആരുടെയും കൈ ചങ്ങലയുടെ ഹാൻഡ് കഫ് കിടന്നിട്ട് അളിഞ്ഞിട്ടുണ്ടോ? അളിഞ്ഞാണോ ഇപ്പോൾ ഇരിക്കുന്നത്? ആ വെയിറ്റും ചുമ്മിക്കൊണ്ടാണോ നടക്കുന്നത്? നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാം, കുളിക്കാം, നിങ്ങൾക്ക് നടക്കാം. യു ആർ ഫ്രീ. യു ആർ നോട്ട് എ ബോൺ മാൻ. ഇവിടെ കെട്ടിയിട്ടിരിക്കുക, ബന്ധനത്തിലാണ്. സ്തോത്രം. പൗലോസിന് സന്തോഷിക്കുന്നതിൻ്റെ കാരണം തൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അളവ്. അതുകൊണ്ട് ദൈവമക്കളെ, സന്തോഷം കെടുത്തുന്ന എന്ത് ദുഷ്ടൻ്റെ പദ്ധതി വന്നാലും ശാസിച്ചോണം, അതിനെ വിട്ടു നിന്നോണം, മാറി നിന്നോണം.
സ്തോത്രം. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. നമ്മളെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ഡിസിപ്ലിനിൽ പണിതുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ ആത്മീയമായിട്ട് സന്തോഷിക്കുവാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം വരത്തുള്ളൂ. അപ്പം ആത്മാവിൻ്റെ അളവ് കൂടട്ടെ. 5-ാമത്തെ വാക്യം പെട്ടെന്ന് 1-2 വാക്യം കൂടെ വായിച്ചു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സന്തോഷം വരുമ്പോൾ എന്തുണ്ട്? സന്തോഷമില്ലെങ്കിൽ ആകെപ്പാടെ പൊട്ടിത്തെറിയാം. കർത്താവിൻ്റെ സന്തോഷം ഉള്ളിലില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ പൊട്ടിത്തെറിയാം. പക്ഷേ സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഹല്ലേലൂയ ഈ ലോകമനുഷ്യരോട് ഇടപെടുമ്പോൾ എത്ര കൃപയോടുകൂടി ഇത് കർത്താവ് തരുന്ന സന്തോഷമാണ്. ഹല്ലേലൂയ. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് ലോകമനുഷ്യരോട് ഇടപെടുമ്പോൾ എക്സ്ട്രീം സൗമ്യതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ക്ഷമിക്കുവാനും, ലോകമനുഷ്യരോട് ഇടപെടുമ്പോൾ നമ്മൾ എക്സ്ട്രാ സ്നേഹത്തോടുകൂടിയും സൗമ്യതയോടുകൂടിയും അനീതിയാണെങ്കിൽ പോലും ക്ഷമിക്കുവാനും ഉള്ള ഒരു മനസ്സ് കർത്താവ് നമ്മുടെ ഉള്ളിൽ തരട്ടെ. അങ്ങനെ ചെയ്യുവാൻ ഒരാൾക്ക് കഴിയുന്നെങ്കിൽ നല്ലൊരു ആത്മനിറവ് ആ വ്യക്തിയിലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അങ്ങനെ തന്നെ നിറവോടുകൂടി നടത്തട്ടെ. 6-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ച് നിർത്താം. യെസ്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണം. ഈ വിചാരപ്പെടുന്നത് ആരാ? ജാതികളാണ്. അങ്ങനെ ഇവിടെ എല്ലാവരും വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ജാതികളാണ് എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളോർത്ത് വിചാരപ്പെടും. ഒന്നിനെക്കുറിച്ചും ഇവിടെ എഴുതിയേക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് ജാതികളാണ്. മത്തായി സുവിശേഷത്തിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട് ജാതികളാണ് വിചാരപ്പെടുന്നത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടു. 1-ാമത്തെ സുവിശേഷത്തെ വാക്യം കൂടി പെട്ടെന്നൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് ആദ്യം അതിൻ്റെ 30-ാമത്തെ വാക്യം. മാത്യു 6:30. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം. ദൈവം ഈ ലോകത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വിഷയം എത്ര അധികം ചെയ്യുന്നു. ആകയാൽ 32 വായിച്ചു. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ. ഈ ലോകത്തിലെ വിഷയം നാളെ എന്തായിത്തീരും, എൻ്റെ ചെലവ്, ഓരോ വിഷയങ്ങൾ നമ്മൾ വിചാരപ്പെടല്ല. ഒരു വ്യക്തി വിചാരപ്പെട്ടാൽ ആ വ്യക്തിയിൽ ആത്മാവില്ല, ജാതികളെ പോലായി പോവാം. യേശുവാ പറയുന്നത് കേട്ടോ, ഇത് അപ്പോസ്തലനല്ല പറയുന്നത്. ഒന്നിന് എന്ത് ഉടുക്കും, എന്ത് തിന്നും, നാളെ എന്തായിത്തീരും, എൻ്റെ ചെലവ് എങ്ങനെ മീറ്റ് ചെയ്യും എന്ന് വിചാരപ്പെടല്ല. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരോ എന്നെ കേൾക്കുന്നവരോ വിചാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതികളെ പോലെ വിഗ്രഹാരാധികളായ യേശു പറയുക ജാതികളാണ് ഇങ്ങനെ വിചാരപ്പെടുന്നത്. 34-ാമത്തെ വാക്യം കൂടെ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഈ വകയൊക്കെ ആരാണ് അന്വേഷിക്കുന്നത്? ജാതികളാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ സേവിക്കുന്ന ഒരു കർത്താവ്, നിങ്ങളുടെ യജമാനൻ, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുകൊണ്ട് വേറൊരു ഭാഗത്ത് വരുന്നത് നിങ്ങൾ ചോദിച്ചിട്ടാണോ കർത്താവ് അറിയുന്നത്? ചോദിക്കാതെ തന്നെ കർത്താവ് കരുതും. കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ ഇഷ്ടം പോലെ കർത്താവ് ചെയ്യും. പലരും ഇപ്പോഴും ചിന്തിക്കുന്നത് എന്തോ എൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നോ, എൻ്റെ ഇഷ്ടം നടക്കത്തില്ല. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ആരുടെ ഇഷ്ടമാണ് ഏറ്റവും നല്ലത്? വളരെ മനോഹരമായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വായിച്ച് നിർത്തിയ 6-ാമത്തെ വാക്യത്തിൽ എത്തിക്കുന്ന ഒന്നിനെപ്പറ്റി വിചാരപ്പെടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തിൽ കവിയണം എന്ന് എഴുതിയിരിക്കുന്നില്ലേ? സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ട. വിത്ത് താങ്ക്സ് ഗിവിംഗ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. എന്നിട്ടാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സമാധാനത്തിൻ്റെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചാണ് നമ്മൾ ഭയങ്കര കണക്കന്മാരാണല്ലോ നമ്മളെല്ലാവരും. നമ്മൾ ഭയങ്കര കാൽക്കുലേഷനാണ്. ബുദ്ധി വെച്ചാൽ ചിന്തിക്കുന്നത് അയ്യോ ഇങ്ങനായിത്തീരും, നാളെ എന്തായിത്തീരും, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം കയ്യിലുള്ളത് വെച്ചിട്ട് ഒന്നും ആകത്തില്ല. ആ ബാലൻ അത് ചിന്തിച്ചായിരുന്നെങ്കിൽ അത്രയും പേരന്ന് കഴിക്കുമായിരുന്നു ദൈവമക്കളെ. എൻ്റെ ഈ 2 മീനും 5 അപ്പം കൊണ്ട് എന്താകാനാ? ഉള്ളത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ഹാലിൽ ആര് നോക്കിക്കോളും കർത്താവ്. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി വിചാരപ്പെടല്ല, നിങ്ങൾ ചിന്തിക്കല്ല. സമാധാനത്തിൻ്റെ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൈവമക്കളെ ഹാലലിയ സമാധാനം കർത്താവിങ്കിൽ നിന്നേ കിട്ടത്തുള്ളൂ. നമ്മൾ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു വിഷയത്തിലും നമ്മൾ വിചാരപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആ ഒരു സമാധാനത്തിൻ്റെ ആത്മാവ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾക്കറിയാമോ ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദാനിയേൽ എവിടെ കിടന്ന് ഉറങ്ങുന്നത്? സിംഹക്കുഴിയിലാണ് കിടന്നുറങ്ങുന്നത്. നല്ല തലോണം. നമ്മളിപ്പോൾ മെമ്മറി ഫോം ഒക്കെ വാങ്ങിക്കില്ല, മെമ്മറി ഫോം പില്ലോസൊക്കെ ഉണ്ട്, നല്ല തലോണം.
അതുപോലെ ആ ഈ മാൻ്റെ പുലിയുടെയും ഒക്കെ ഇപ്പം അങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ അതിൻ്റെ ഇമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലുള്ള കമ്പിളി ഇതുമൊക്കെ വെച്ച് നല്ല ആക്രിലിക്കിൻ്റെ ഈ പുലിയുടെ ഡിസൈനൊക്കെ ഉള്ളത് ഇങ്ങനെ വെച്ച്, ഇത് നല്ല ഒറിജിനൽ ആക്രിലിക്കാണോ ദൈവം സൃഷ്ടിച്ച് സിംഹത്തിൻ്റെ വയറിലോ ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തലയൊക്കെ വെച്ചിട്ട് നല്ല തലോടെയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങുക. മേളിൽ രാജാവ് തൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ദാനിയേലോ അല്ല കൂർക്കം വലിച്ച് സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുക. സമാധാനത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്തിൻ്റെ ദൈവം. ദാനിയേൽ വേർപാടിലാണ് നിൽക്കുന്നത്, ദാനിയേൽ വിശുദ്ധിയോടുകൂടിയാണ് നിൽക്കുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ ജീവൻ എടുത്തോട്ട് ദൈവമൊന്നും ദോഷമായിട്ട് ചെയ്യത്തില്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലിനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ കോൺഫിഡൻസ് കെടുത്തുവാൻ ആര് പ്രവർത്തിക്കും? സാത്താൻ പ്രവർത്തിക്കും. നമ്മൾ സ്തോത്രം ഓർത്തോണം, സകല ബുദ്ധിയെയും കവിയുന്ന ആരെങ്കിലും ബുദ്ധിയുടെ ആലോചന പറഞ്ഞാൽ അത് കേൾക്കാൻ പോകല്ല. നിങ്ങളുടെ ഉള്ളിലും ബുദ്ധിയുടെ ആലോചന പ്രവർത്തിക്കാൻ പോകല്ല. കാര്യം ഇതിനേക്കാളൊക്കെ കവിയുന്ന ഒരു ദൈവത്തിൻ്റെ ആലോചനയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി പ്രവർത്തിക്കാൻ പോകുന്ന അന്ത്യനാളുകളാണ്. വലിയൊരു ക്ഷാമമൊക്കെ വന്നെന്നിരിക്കും. ഈ അന്ത്യനാളുകൾ വളരെ പ്രതികൂലങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവർ സഹിക്കേണ്ട വരുമയുണ്ട്. ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ.